നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണമായുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും സമയക്കുറവ് അനുഭവപ്പെടുവാനും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. 2025 മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനോ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനോ സാധ്യത കാണുന്നു. വേറെ ചിലർക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ഉപരിപഠനത്തിൽ ചേരുവാൻ തക്കവണ്ണം ഒരു അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളൊക്കെ തന്നെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പലപ്പോഴും യാഥാർത്ഥ്യബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. ചിലർക്ക് ഉദ്യോഗത്തിൻ്റെ അവസരം എന്നുള്ള സങ്കല്പത്തിലായിരിക്കാം, എന്നാൽ ഭൂരിഭാഗത്തിലും ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം അനുമതി ലഭിക്കുവാൻ സാധ്യതയുള്ളത്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നു. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വഴി വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തത് വഴി മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉപരിപഠനത്തിന് അന്യനാട്ടിൽ അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് തൽക്കാലത്തേക്ക് ജന്മനാട്ടിൽ തന്നെ ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കുവാനിടവരും. വാതനാഡി ഉഷ്ണരോഗ പീഡകൾക്ക് പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും പരിശീലിക്കാൻ യോഗം കാണുന്നു. അപ്രതീക്ഷിതമായിട്ട് ബന്ധുമിത്രാദികൾ വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള വാക്തർക്കം പരിഹരിക്കുവാനായിട്ട് നേതൃത്വം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കുമെങ്കിൽ പോലും പണി ചെയ്ത ഗൃഹം വാങ്ങിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ യോഗമുണ്ട്. സുഹൃത്തുക്കൾ മുഖാന്തരം പല വിധത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം പോലും കാണുന്നുണ്ട്. സഹായ മനസ്ഥിതിയൊക്കെ ആണെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം വൻ പരാജയം വന്നു ചേരുവാനും മാനഹാനിക്കും യോഗമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായി കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്രധാനമായുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിച്ച് ആധി ഉണ്ടാവാതെ സുപ്രധാനമായിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയതും ആയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ യോഗമുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. ആധ്യാത്മികമായുള്ള ചിന്തകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സർവാത്മന മനസ്സിനും ദേഹത്തിനും എല്ലാ പ്രകാരത്തിലും ആശ്വാസമേകുന്ന ഒരവസ്ഥ പോലും ഈ മെയ് മാസത്തിൽ അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി തൊഴിൽ മണ്ഡലങ്ങളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടും.
പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള മാന്ദ്യത്തെ അതിജീവിച്ചുകൊണ്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് ഉതകുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം വന്നു ചേരും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഭംഗിയായിട്ടും വിജയപ്രതീക്ഷകളോടുകൂടി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട് വളരെ ഗാഠമായിട്ട് ഉപരിപഠനം എന്നുള്ള സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവതരിപ്പിക്കുവാനും അവലംബിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ യാത്രകൾ ധാരാളം വേണ്ടിവരും. 6 മാസത്തേക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടോ ഇങ്ങനെയൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും ഏറ്റവും നല്ല നിലയിൽ തസ്തികയ്ക്ക് ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് സഹകരിക്കാൻ അവസരം വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. സമൂഹത്തിനുള്ള പ്രതിബദ്ധത സ്വീകരിച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങളിൽ അഹോരാത്രം പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനും സഹപ്രവർത്തകർക്ക് പോലും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും യോഗമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിട്ടുനിൽക്കുന്ന പലർക്കും ഇനി മുതൽ പണം മുടക്കിയാൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ ഒരു മെയ് മാസത്തിൽ അത് പൂർത്തീകരിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് അവസരം വന്നു ചേരും. നിലവിലുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഥവാ ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ചില കാല അഭിലാഷപ്രാപ്തിയായ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് ഈ ഒരു മാസം അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. അധികാര പരിധി വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അനുമതി തേടുവാനും അനുകൂലമായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനാൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. പല വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ചില കാര്യങ്ങളിലെല്ലാം തന്നെ പ്രായോഗിക തലങ്ങൾ കുറവുള്ളത് കൊണ്ട് ചിലതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശം അവലംബിച്ചുകൊണ്ട് വിവേചന ബുദ്ധിയോടുകൂടി അവലംബിക്കാൻ സാധ്യതയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു.
വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. പ്രയത്നങ്ങൾക്കും പരിശ്രമങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരുവാനിടയുണ്ട്. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ കാർഷികമായിട്ടുള്ള മേഖലയിൽ സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുള്ളത് കൊണ്ട് വന്നു ചേർന്നത് കൊണ്ട് ഇനി മുതൽ പുതിയ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാൽ രോഗശമനം വന്നു ചേരുവാനും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പൂർത്തീകരിക്കാനും സാധ്യത കാണുന്നുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല രേഖകളും തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ബഹുമുഖ പ്രതിഭകളെ മംഗളവേളകളിൽ വെച്ച് കണ്ടെത്തുവാനും അവരുടെ ആശയവിനിമയങ്ങൾ നടത്തുവാനുമുള്ളൊരവസരം വന്നു ചേരുവാനും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.